ഹായ് വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചിലവാക്കിയാലും ചിലവാക്കൽ കുറച്ചാലും നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റി പോകാറുണ്ട്. സമ്പത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത്. നിങ്ങളുടെ ചിലവുകളുടെ ഒരു കണക്ക് സൂക്ഷിക്കുകയും അവ ഇടയ്ക്കിടെ അവലോകനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന വശം. അനാവശ്യ ചിലവുകൾ തിരിച്ചറിയാനും കുറയ്ക്കാനും ആ പണം ആവശ്യങ്ങൾക്കായി ചിലവാക്കാനും അത് നമ്മളെ സഹായിക്കുന്നു. നിങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള വഴികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പണം അനാവശ്യമായി ചിലവായി പോകാതെ ഇരിക്കാൻ വഴികൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ് മണി മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഘട്ടം. സാമ്പത്തിക അച്ചടക്കം വളർത്താൻ ഇത് സഹായിക്കുന്നു. നമ്മുടെ വരുമാനം, ജീവിതശൈലി, ആഗ്രഹങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഓരോ മാസവും നമ്മൾ ചിലവഴിക്കേണ്ട പണത്തിൻ്റെ അളവ് കണക്കാക്കുക. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ ചിലവുകളും സമ്പാദ്യങ്ങളും ക്രമീകരിക്കാൻ സഹായിക്കും. അതുപോലെ അടുത്തൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ചിലവാക്കുക എന്നത്. ബാക്കി വരുന്ന തുകയാണ് സേവ് ചെയ്യാൻ മാറ്റിവെക്കുന്നത്. എന്നാൽ സമ്പന്നരായ ആളുകൾ ആദ്യം പണം സേവ് ചെയ്തു വെച്ച ശേഷം മാത്രമേ ബാക്കി പണം ചിലവഴിക്കുകയുള്ളൂ. ഇത് നമ്മൾ ശീലമാക്കിയാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം നമുക്ക് ലാഭിക്കാം. സാലറിയുടെ ഒരു ഭാഗം സേവ് ചെയ്തതിന് ശേഷം ബാക്കി തുക നമ്മളുടെ ചിലവുകൾക്കായി ഉപയോഗിക്കാം. ഈ ശീലമാണ് നമ്മൾ രണ്ടാമതായി വളർത്തേണ്ടത്. അടുത്തൊരു കാര്യമാണ് സാമ്പത്തികമായി ഒരു ലക്ഷ്യം വയ്ക്കുക എന്നത്. ഭാവിയിലേക്കുള്ള പണം, അതായത് സ്വപ്നഭവനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിരമിക്കൽ പോലെയുള്ള ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി നേരത്തെ തന്നെ സാമ്പത്തിക നിക്ഷേപം ആരംഭിക്കണം. ഇത് കൂടുതൽ പണം സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്ര നേരത്തെ തന്നെ ജീവിതത്തിൽ പണം ലാഭിക്കാൻ തുടങ്ങണം. അത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആദ്യമായി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ പണം ലാഭിക്കാനും നിക്ഷേപിക്കാനും തുടങ്ങുക. ഉദാഹരണത്തിന് 10,000 രൂപയാണ് ആദ്യത്തെ നിങ്ങളുടെ ശമ്പളമെങ്കിൽ അതിൽ 5,000 രൂപ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. അതായത് വീടിൻ്റെ റെൻറ്റ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് പോലെയുള്ള ചിലവുകൾക്കായി ഉപയോഗിക്കുക. അടുത്തത് 3,000 രൂപ നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുക. അതായത് നമ്മൾ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ പുറത്ത് പോയി കഴിക്കുക എന്നൊക്കെയുള്ളത്. പിന്നെ ബാക്കി പണം 2,000 രൂപ സേവ് ചെയ്യുക. അടുത്ത ഒന്നാണ് നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വായ്പകൾ എടുക്കുന്നത്. ഒന്നിലധികം ലോണുകൾ എടുക്കുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ ലഭിക്കാതെ വരുന്നു. അതിനാൽ കടം കഴിയുന്നത്ര പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡുകളുടെയും ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI ആപ്പുകൾ വഴിയുള്ള മണി ട്രാൻസ്ഫറിംഗ് പരിപാടികളും അതുപോലെ ഓൺലൈൻ പർച്ചേസിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ ഒഴിവാക്കിയും സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പണത്തിൻ്റെ ചിലവ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമായെന്ന് കരുതുന്നു. ആയെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.